ദൈവ തിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി 2 കൊരിന്ത്യർ 2:15 വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൽ സൗരഭ്യവാസനയാകുന്നു എന്ന് വായിക്കുന്നു. ഈ വാക്യത്തിൻ്റെ സാരാംശം നമ്മുടെ യേശുക്രിസ്തു വലിയ രക്ഷകൻ എന്നാകുന്നു. ഇതിനോട് ചേർന്ന് നമ്മൊരു വാക്യം കൂടെ വായിക്കുന്നുണ്ടല്ലോ, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലേക്കല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാകുന്നു എന്ന് നമ്മൾ വായിക്കുമ്പോഴും ദൈവത്തിൻ്റെ ആലോചന നമ്മളൊരിക്കലും നശിച്ചു പോകാൻ വേണ്ടിയല്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണ്. ഇന്നേക്ക് 2024 പരം വർഷമായി മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ, ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? നിത്യജീവൻ, നിത്യരക്ഷ, നിത്യസ്നേഹം, നിത്യസുവിശേഷം, നിത്യനിയമം, നിത്യാത്മാവ്, നിത്യപുത്രൻ, നിത്യപിതാവ് തുടങ്ങിയ പദങ്ങൾക്ക് വിപരീത അർത്ഥത്തിൽ നിത്യനാശം, നിത്യദണ്ഡനം, നിത്യശിക്ഷാവധി തുടങ്ങിയ പദപ്രയോഗങ്ങളും നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഒന്നുകിൽ രക്ഷിക്കപ്പെടുക അല്ലെങ്കിൽ നശിക്കുക എന്നതിനപ്പുറത്തേക്കൊന്നും മൂന്നാമതൊന്നുമില്ലല്ലോ. അതുകൊണ്ട് രക്ഷിക്കുക, രക്ഷ, രക്ഷകൻ എന്നീ വാക്കുകൾക്ക് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തരുന്നത് മനുഷ്യരെ ഗൗരവപരമായ അപകടത്തിൽ നിന്നും ബലം പ്രയോഗിച്ച് രക്ഷിക്കുക, കോടതിയുമായി ബന്ധപ്പെട്ട് ശിക്ഷാവിധിയിൽ നിന്നുള്ള വിടുതൽ, യുദ്ധത്തിൽ നിന്നുള്ള വിടുതൽ, കപ്പൽ യാത്രയിലെ അപകടത്തിൽ നിന്നുള്ള വിടുതൽ, സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങിയെത്തുക, ക്ഷേമമായിരിക്കുക, ഇതെല്ലാം രക്ഷയെക്കുറിച്ചുള്ള യവന ലോകത്തിലെ ചിന്താഗതികളായിരുന്നു. പഴയ നിയമത്തിൽ ദൈവം രക്ഷകനാകുന്നു. പാപത്തിൽ നിന്നുള്ള വിടുതൽ എന്ന ആശയം രക്ഷയോട് ബന്ധപ്പെട്ട് കാണുന്നുണ്ടല്ലോ. ദേശത്തിന് രക്ഷകരായിരിക്കാൻ നോഹ, അബ്രഹാം, യോസഫ്, യോശുവ, മോശ എന്നിവരെ പോലുള്ള മനുഷ്യരെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തിരുവചനത്തിൽ വായിപ്പാൻ കഴിയുന്നുണ്ടല്ലോ. ദൈവം വ്യക്തികളിൽ കൂടി സമൂഹത്തെ രക്ഷിക്കുന്നതായി ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആലോചന നമുക്ക് തരുന്നത് പാപത്തിൽ നിന്നും മറ്റുമുള്ള വിടുതലിനെ ഇത് സൂചിപ്പിക്കുന്നു. രക്ഷ എന്നത് ഒരു ആത്മീയ ശസ്ത്രക്രിയയാണ്. ഒരു ഡോക്ടർക്ക് മരുന്ന് പോലെയും ഒരു ഗായകന് ഗാനം പോലെയുമാണ് ദൈവത്തിന് രക്ഷ എന്നത്. മനുഷ്യവർഗത്തിന് മുമ്പാകെ തങ്ങളുടെ ഹൃദയത്തിലെ തീവ്ര നൈരാശ്യത്തിൽ നിന്നുള്ള ഒരാർത്തനാദം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ തീവ്രമായ നൈരാശ്യം എല്ലാ മനുഷ്യരിലും ഉണ്ട്. അവിടെയെല്ലാം മുഴങ്ങിക്കേൾക്കുന്ന ഒരു ശബ്ദമാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, രക്ഷ പ്രാപിക്കുക എന്നുള്ളത്. എന്നാൽ പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, യജമാനനെ, രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം ലോകം അകൃത്യത്തിലും പാപങ്ങളിലും മരിച്ചതാകുന്നു എന്നും ഇരുളിൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ളവർക്ക് രക്ഷ ആവശ്യമാണെന്നും ഈ വചനങ്ങളെ നമുക്ക് ആലോചനയായി തരുന്നുണ്ടല്ലോ. ഈ ലോകത്തിൽ വെച്ച് തന്നെ നിത്യജീവൻ അഥവാ സ്വർഗം നമ്മുടെ ജീവിതത്തിൽ സമ്പാദിക്കുവാൻ കഴിയുമെന്ന് ദൈവവചനം പറയുന്നുണ്ടല്ലോ. അപ്പം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവന് രക്ഷിക്കപ്പെടുവാൻ സാധിക്കും എന്നുള്ളത് ക്രിസ്തുവിൻ്റെ അനുഗാമികളാൽ രൂപപ്പെട്ട ഒരാശയമല്ല. ദൈവം തൻ്റെ വിശുദ്ധ രേഖകളിൽ കൂടി ക്രിസ്തുവിനെ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ ആലോചന ഇവിടെ അരുളപ്പാടായി എഴുതിയിരിക്കുന്നു. അപ്പോൾ ദൈവപുത്രൻ്റെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്നു എന്നാണല്ലോ തിരുവചനം വായിക്കുന്നത്. നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് 1 യോഹന്നാൻ 1:13 വായിക്കും. യേശുവിനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ആ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. യോഹന്നാൻ 1:12 വായിക്കുന്നുണ്ട്. ഇത് ദൈവമൊരുക്കിയ രക്ഷാപദ്ധതി വളരെ ഗഹനമെങ്കിലും രക്ഷിക്കപ്പെടുക എന്നുള്ളത് വളരെ ലളിതമാണ്. രക്ഷയാകുന്ന
ഇത്ര വലിയ കാര്യം ലഘുവായ ഒരു മാർഗത്തിലൂടെ മനുഷ്യർക്ക് ലഭിക്കുന്നു. മനുഷ്യപ്രയത്നത്താൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുകയില്ല. നാം ഒരു തോട്ടത്തിലൂടെ യാത്ര ചെയ്യുന്നുവെന്നിരിക്കട്ടെ. ചെറിയ ഒരു ഉറുമ്പോ ഒരു പുഴുവോ ചിതലോ ഏതെങ്കിലും ആയിക്കൊള്ളട്ടെ, ആ ചെറു ജീവിയോട് നമുക്ക് ആശയവിനിമയം നടത്തുവാൻ സാധിക്കുന്നില്ല. എന്നാൽ വലിയവനായ ദൈവം ഒരു നിസ്സാര ജീവിയായ മനുഷ്യനോട് ആശയവിനിമയം നടത്തുന്നുണ്ടല്ലോ. ദൈവം മനുഷ്യരെ രക്ഷിക്കുവാൻ ഒരു പദ്ധതി തയ്യാറാക്കി. അതിനെക്കുറിച്ച് ഇപ്രകാരം വായിക്കുന്നു: അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. തന്നെയുമല്ല, ആ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ തക്ക വചനം തന്നെ എന്ന് നാം വായിക്കുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രീപുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കേണ്ടതിന് അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. യേശു ക്രിസ്തു നമ്മുടെ രക്ഷകൻ ആകുന്നു. ഈ രക്ഷകൻ നമുക്ക് രക്ഷ തരുന്നു. ഇത്ര നല്ല രക്ഷകനായ ക്രിസ്തു നമ്മെ രക്ഷിക്കുന്നു. അപ്പം നമ്മുടെ ആത്മാവിൻ്റെ രക്ഷകൻ ക്രിസ്തു മാത്രമാണ്. ഈ രക്ഷ അനുഭവിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചതോർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, തിരുവചനം ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് തന്നതിന് സ്തോത്രം. നാമത്തെ മഹത്വപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.